സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ പോർട്ട് ഫോർവേഡിങ് ചെയ്യാന്നാണ്. ഓക്കെ. സോ അതായത് നമ്മളൊരു പേലോഡ് ഉണ്ടാക്കുന്നതിന് നമ്മളവിടെ കൊടുക്കുന്ന ഐപി അഡ്രസ് എന്ന് പറയുന്നത്, അതായത് എൽഹോസ്റ്റ് കൊടുക്കാൻ നേരം നമ്മളവിടെ കൊടുക്കുന്നത് വെച്ചാൽ, അതായത് ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. ഓക്കെ. സോ അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നെറ്റ്വർക്കിൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടത്തുള്ളൂ. സോ മറ്റൊരു നെറ്റ്വർക്കിന് കണക്ഷൻ കിട്ടണമെങ്കിൽ നമ്മളവിടെ പോർട്ട് ഫോർവേഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അത് ചെയ്യാൻ വേണ്ടി നിങ്ങള് ഫയർഫോഴ്സിനകത്ത് പോവുക. ഫയർഫോഴ്സിനകത്ത് പോയിട്ട് hotmap.io എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ. hotmap.io എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യം കാണുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും hotmap.io എന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ സൈൻ ഇൻ അടിക്കുക. ഓക്കെ. സൈൻ അടിക്കുക ഇവിടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളൊരു ടെമ്പററി ഇമെയിൽ എടുക്കുക. ഓക്കെ. സോ അതിനുവേണ്ടി ഒന്നുകൂടെ ഫയർഫോഴ്സിനകത്ത് കയറുക. എന്നിട്ട് നിങ്ങളിവിടെ ടെമ്പ് മെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ. ടെമ്പ് മെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ലിങ്ക് കാണാൻ പറ്റും, ടെമ്പ് മെയിൽ എന്ന്. സോ അതിൽ ക്ലിക്ക് ചെയ്യും. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ജിമെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ഇമെയിൽ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ഇവിടെ റൈറ്റിൽ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, കോഡ് മാപ്പിന്റെ ആ ഒരു സെഷനിൽ പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ലോഗിൻ നോക്കിയിട്ടുണ്ട്. ഞാനിവിടെ അയൺമാൻ 1234 ആണ്. ഓക്കെ. സോ ഇമെയിൽ അഡ്രസ് ഇവിടെ കൊടുക്കുകയാണ്. പേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇമെയിൽ അഡ്രസ് കൊടുത്ത് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. സോ ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. സോ എന്നിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ടെമ്പ് മെയിലിനകത്തോട്ട് ഒരു ആക്ടിവേഷൻ ലിങ്ക് പോയിട്ടുണ്ട്. സോ അതിനായിട്ട് നമുക്ക് വേണ്ടി ടെമ്പ് മെയിലിന്റെ സെഷൻ പോവാം. സോ ഇവിടെ നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും hotmap.io എന്ന് പറഞ്ഞൊരു ഇത്. അതായത് ഒരു മെയിൽ ബോക്സിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടെമ്പ് മെയിലിനകത്ത്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ. hotmap.io ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സെഷനിൽ വരുന്നതായിരിക്കും. ഓക്കെ. സോ എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ന്യൂ കോൺഫിഗറേഷൻ കൊടുക്കുക. സോ എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ അയൺമാൻ നെയിം ചോദിക്കുന്നുണ്ട്. ഓക്കെ. അയൺമാൻ 1234 എന്ന് കൊടുക്കുക. ഓപ്പൺ വെയിറ്റ്. ഇവിടെ യൂണിറ്റി മാറ്റിയിട്ട് നിങ്ങൾ എന്തോ എടുക്കുക, TCP എടുക്കുക. അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ കണ്ടില്ലേ. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ അന്നേരം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫയല് വരുന്നതായിരിക്കും. ഓക്കെ. സോ ഇങ്ങനെ ഒരു ഫയല് വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഫയല് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മേളിൽ മാപ്പിംഗ് റൂൾസ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ഓക്കെ. അതായത് ഒരു ലിങ്ക് ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. മാപ്പിംഗ് റൂൾ എന്ന് പറഞ്ഞ സെഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ റൂൾ എന്നുള്ളത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ റൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പോർട്ട്, നിങ്ങളുടെ PCയുടെ പോർട്ട് ഏതാണോ ആ ഒരു പോർട്ട് ഇവിടെ കൊടുക്കുക. ഇഷ്ടമുള്ള പോർട്ട് എടുക്കാം. ഞാനിവിടെ ഞാനിവിടെ 4 ഇട്ട് കൊടുത്തു. ഓക്കെ. സോ പോർട്ട് ഓൺ പോർട്ട് മാപ്പ് ഐയുടെ പോർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. സോ പോർട്ട് മാപ്പ് ഡോട്ട് ഹോസ്റ്റ് TCP ആണ്. ഓക്കെ. സോ എന്നിട്ട് എന്തോ ചേച്ചി കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ. ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ PCയുടെ പോർട്ട് എത്രയാണ്? 8888 ആണ്. ഓക്കെ. സോ അതേപോലെ പോർട്ട് മാപ്പിന്റെ ഹോസ്റ്റ് ഏതാണ്? 35,359 ആണ്. ഓക്കെ. സോ ഇത്രയും നമ്മൾ സെഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെർമിനലിൽ പോവുക. ഓക്കെ. നിങ്ങൾ ടെർമിനലിൽ പോയിട്ട് സോ ഫസ്റ്റ് നിങ്ങളുടെ ഡിവൈസിൽ ഓപ്പൺ VPN ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഓക്കെ. സോ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് sudo apt get install ഓപ്പൺ VPN കൊടുക്കുക. സോ ഇങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഓപ്പൺ VPN ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ. സോ ഓപ്പൺ VPN ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യുക. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ കിടക്കുന്നത് ഡൗൺലോഡ്സിലാണ്. സോ എനിക്ക് ഡൗൺലോഡ്സിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ്സിനകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. LS കൊടുത്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് അയൺമാൻ 123456 അയൺമാൻ 1234 ഡോട്ട് ഓപ്പൺ VPN എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അയൺമാൻ 123456 അയൺമാൻ 1234 ഡോട്ട് ഓപ്പൺ VPN. സോ അത് എടുക്കാം sudo. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് sudo ഓപ്പൺ VPN -config കൊടുത്തിട്ട് സോ ഇതില്ല അയൺമാൻ 123456 എന്നുള്ളത് ഇത് കോപ്പി ചെയ്യുക. ഇതാണ് ഞാൻ ഇപ്പൊ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ. ഓക്കെ.
സോ ഞാനിവിടെ കോപ്പി സെലക്ഷൻ കൊടുക്കുകയാണ്. സോ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് കൊടുത്തു. ഓക്കെ. പേസ്റ്റ് കൊടുത്തു. സോ എന്നിട്ട് എന്റർ കൊടുക്കുക. പാസ്വേഡ് വെക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുത്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനിഷ്യലൈസേഷൻ സീക്വൻസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനിഷ്യലൈസേഷൻ സീക്വൻസ് കംപ്ലീറ്റഡ്. അതായത് ഇനിഷ്യലൈസേഷൻ സീക്വൻസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ ഇനി എന്തുവാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇനി ഇത് മിനിമൈസ് ചെയ്തിടാം. ഇത് ആവശ്യമുണ്ട്. ഇതെല്ലാം ഇത് കളയാം. ഓക്കെ. സോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ഞാൻ സി ഡി ഡെസ്ക്ടോപ്പിൽ പോവാണ്. അതായത് ചേഞ്ച് ഡയറക്ടറി ഡെസ്ക്ടോപ്പ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിനകത്താണ് നിൽക്കുന്നത്. ഓക്കെ. സോ എനിക്ക് ഇനി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ MKD ചെയ്യുക. ഫോൾഡർ എന്ന് കൊടുത്തു. ഓക്കെ. സോ ഇനിയാണ് മെയിൻ സ്റ്റെപ്പ്. അതായത് ഞാൻ MSF Venom വെച്ച് പേലോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് MSF Venom -p ആൻഡ്രോയിഡ് വെർ മെറ്റർ റിവേഴ്സ് TCP. സോ ഇവിടെ എന്തോ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. LOSന്റെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും ഈ 2 സ്ലാഷ് കഴിഞ്ഞിട്ട് അതായത് 2 സ്ലാഷ് കഴിഞ്ഞിട്ട് ഈ അയൺമാൻ തൊട്ട് തുടങ്ങുന്നില്ലേ? സോ ഇവിടം തൊട്ട് പോർട്ട്മാപ്പ് ഡോട്ട് ഹോസ്റ്റ് വരെ ഉള്ളത് നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ. പോർട്ട്മാപ്പ് ഡോട്ട് ഹോസ്റ്റ് വരെ ഉള്ളത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇല്ലേ അത് ഈ LOSന്റെ അവിടെ കൊടുക്കുക. ഓക്കെ. അത് വേണ്ട നിങ്ങൾ ഈ LOSന്റെ അവിടെ കൊടുക്കുക. അത് ഈ LOSന്റെ അവിടെ കൊടുക്കുക. ഓക്കെ. LOSന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ പോർട്ടിന്റെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടിന്റെ അവിടെ കൊടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 35,359. ഓക്കെ. സോ ഇതാണ് പോർട്ടിന്റെ അവിടെ കൊടുക്കേണ്ടത്. സോ പോർട്ടിന് അവിടെ കൊടുക്കേണ്ടത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 35 നമ്മൾ കോപ്പി ചെയ്ത് അതാണ് പോർട്ടിന് അവിടെ കൊടുക്കേണ്ടത്. സോ പോർട്ടിന് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിന്റെ പാത്ത് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. സോ ഇവിടെ ഫോൾഡർ കൊടുക്കുകയാണ്. കാരണം ഫോൾഡറിനകത്താണ് സേവ് ചെയ്യാൻ പോകുന്നത്. അതായത് കാലി ഡെസ്ക്ടോപ്പിൽ ഫോൾഡറിൽ -o കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ഏത് പാത്തിലോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ പാത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ. സോ ഞാനിവിടെ ഹോമിൽ കാലിയിൽ ഡെസ്ക്ടോപ്പിൽ ഫോൾഡർ ആൻഡ്രോയിഡ് 1.apk ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ. സോ അത് കൊടുക്കാം. എന്റർ കൊടുക്കാം. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതായത് നമ്മുടെ പേലോഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. പേലോഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം ഒന്നും കൊടുത്തില്ല. കാരണം ആൾറെഡി ആൻഡ്രോയിഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഇനി ചെയ്യേണ്ടത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിസണർ സെറ്റ് ചെയ്യണം. ഓക്കെ. സോ ലിസണർ സെറ്റ് ചെയ്യാനായിട്ട് MSF കൺസോൾ സ്റ്റാർട്ട് ചെയ്യുക. MSF കൺസോൾ -q അതായത് നമുക്ക് ബാനറിന്റെ ആവശ്യമില്ല. ഓക്കെ. സോ വെയിറ്റ് ചെയ്യാം. വരുമായിരിക്കും. സോ വന്നിട്ടുണ്ട്. MSF 6 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടത് യൂസ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. എക്സ്പ്ലോയിറ്റ് മൾട്ടി ഹാൻഡിലർ ആണ് വേണ്ടത്. എക്സ്പ്ലോയിറ്റ് മൾട്ടി ഹാൻഡിലർ ആണ് വേണ്ടത്. ഓക്കെ. സോ ഷോ ഓപ്ഷൻസ് കൊടുത്തു നോക്കാം എന്തൊക്കെ കൊടുക്കണമെന്ന്. സോ അതിനു മുമ്പ് നമുക്ക് പേലോഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. സെറ്റ് പേലോഡ് ആൻഡ്രോയിഡ് വാർ മെറ്റർ റിവേഴ്സ് TCP. ഓക്കെ. സെറ്റ് പേലോഡ് ആൻഡ്രോയിഡ് വാർ മെറ്റർ റിവേഴ്സ് TCP. ഓക്കെ. സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്റർ കൊടുക്കാം. സോ മൾട്ടി ഹാൻഡിലറിലൂടെ നമ്മുടെ പേലോഡ് സെറ്റ് ചെയ്തു. സോ ഇനി എന്തോ ചെയ്യേണ്ടത് നോക്കാം. സോ ഇനിയും ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റ് കൊടുക്കണം. ഷോ ഓപ്ഷൻസ് കൊടുക്കാം. ഷോ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോസ്റ്റ് ഉണ്ട് പോർട്ട് ഉണ്ട്. ഓക്കെ. സോ പോർട്ടിന് അവിടെ നമ്മൾ കൊടുക്കേണ്ട ഏതാന്ന് വെച്ചാൽ ഹോസ്റ്റിന് അവിടെ കൊടുക്കേണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ അതായത് ഇതിനകത്ത് നിങ്ങൾ കാണാൻ പറ്റും ഈ അയൺമാൻ മുതൽ ഈ പോർട്ട് മാപ്പ് ഡോട്ട് ഹോസ്റ്റ് വരെ ഉള്ള ഇടമില്ലേ? സോ ഇതാണ് നമ്മുടെ ഹോസ്റ്റിന് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ.
സോ കോപ്പി ചെയ്തിട്ടുണ്ട്. സോ എൽ ഹോസ്റ്റ് സെറ്റ് എൽ ഹോസ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. സെറ്റ് എൽ ഹോസ്റ്റ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എൽ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എൽ പോർട്ട് സെറ്റ് ചെയ്യണം. നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ 35,359 അല്ല കൊടുക്കുന്നത്. പകരം നമ്മുടെ പി സിയുടെ പോർട്ട്, അതായത് ഏത് പോർട്ടിലാണ് നമ്മുടെ പി സിയിലോട്ട് ലിസൺ ചെയ്തേക്കുന്നത്. സോ ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതായത് 48 ഓക്കെ. സോ ഇതാണ് കൊടുക്കേണ്ടത്. സോ അതിനായിട്ട് സെറ്റ് എൽ ഹോസ്റ്റ്, സോ എൽ പോർട്ട്, സെറ്റ് എൽ പോർട്ട് എന്ന് കൊടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തത് അതായത് 48 അതിവിടെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ക്ലിയർ കൊടുക്കാം. സോ ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ അതായത് HTTP സെർവർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് എനിക്ക് ഈ ആപ്പ് ഞാൻ എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ HTTP സെർവർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു സ്പെസിഫിക് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ കൊടുത്തിട്ട് HTTP സെർവർ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റും, HTTP സെർവർ സ്റ്റാർട്ട് ആവും. സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ HTTP സെർവർ റൺ ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ എന്റെ കാലിഡസ് മെഷീൻ IP അഡ്രസ്സും കൂടെ ആ റൺ ചെയ്യുന്ന പോർട്ട് എന്റെ ഫോണിൽ പോയി സ്പെസിഫൈ ചെയ്യാൻ നേരത്തെ എനിക്ക് ഈ ഒരു ആപ്പ് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനുവേണ്ടി ഞാനിത് മിനിമൈസ് ചെയ്യുവാണ്. ഇത് മിനിമൈസ് ചെയ്യുവാണ്. ഓക്കെ, സോ എന്റെ ആപ്പ് കിടക്കുന്ന ഏതിനകത്താണ്, ഈ ഫോൾഡറിനകത്താണ്. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് HTTP സെർവർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഫോൾഡറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ ഹിയർ കൊടുത്തിട്ട് ഞാൻ എന്ത് കൊടുക്കും, അതായത് പൈത്തൺ 3 -m HTTP.server എന്ന് കൊടുത്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും HTTP സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് 8000 പോർട്ടിലാണ് റൺ ചെയ്യുന്നത്. അതായത് ഞാൻ എന്റെ ഫോണിൽ പോയിട്ട് ഈ ഒരു കാലിനസ് മെഷീന്റെ IP അഡ്രസ്സും കൂടെ അവിടെ ഞാൻ 8000 പോർട്ട് സ്പെസിഫൈ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് മുമ്പ് എന്റെ കാലിനസ് മെഷീന്റെ IP അഡ്രസ് ഒന്ന് ചെക്ക് ചെയ്യാം. IF കോൺഫിഗ് കൊടുത്തിട്ട് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും 192 168 1.7 ആണ്. ഓക്കെ, സോ നമ്മൾ എക്സ്പ്ലോയിറ്റ് കൊടുത്തില്ലായിരുന്നു. സോ എക്സ്പ്ലോയിറ്റ് കൊടുക്കാം. സോ ഇനി എക്സ്പ്ലോയിറ്റ് കൊടുക്കാം. നമ്മൾ എക്സ്പ്ലോയിറ്റ് കൊടുത്തില്ലായിരുന്നു. സോ ഹാൻഡിലർ ബൈൻഡ് ടു സ്റ്റാർട്ടഡ് റിവീൽസ് TCP ഹാൻഡിലർ ഓൺ 0.888. ഓക്കെ, സോ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ വെയിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് മെട്രോപെട്ര സെഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ അതായത് ഞാൻ ആ ഒരു ആപ്പ് എന്റെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് അതായത് ഇങ്ങനെയാണ് ഒരു പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ നെറ്റ്വർക്കിൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടത്തുള്ളൂ ലോക്കൽ ഹോസ്റ്റ് എടുക്കാൻ നേരത്ത്. സോ നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്യാൻ നേരം നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്തിട്ട് ആ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് കണക്ഷൻ കിട്ടും. ഓക്കെ, സോ ഹെൽപ്പ് കൊടുത്ത് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. സോ ഹെൽപ്പ് കൊടുത്ത് നോക്കിയാൽ കാണാം ഇതിനകത്ത് ധാരാളം കമാൻഡ് ഉണ്ട്. റെക്കോർഡ് മിക്ക എന്നൊക്കെ പറയാം, ഇഷ്ടത്തിന് കമാൻഡ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് നോക്കട്ടെ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡംപ് SMS എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. അതേപോലെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. സെൻഡ് SMS കൊടുക്കുന്നത് എങ്ങനെയാന്ന്. അതായത് നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് SMS കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ സെൻഡ് SMS ഹെൽപ്പ് കൊടുത്ത് നോക്കാം.
സോ ഞാൻ പറഞ്ഞുതരാം സെൻഡ് എസ് എം എസ് എങ്ങനെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഫോൺ ഈ ഒരു PC വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ. സോ അത് ചെയ്യാനായിട്ട് സെൻഡ് എസ് എം എസ്. സോ ഒരു മിനിറ്റ്. സോ നമ്മളിവിടെ തെറ്റായിട്ടാണ് അടിച്ചത്. ഓക്കെ. സോ ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. സെൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സെൻഡ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർസ്കോർ കൊടുത്തിട്ടാണ് SMS കൊടുക്കേണ്ടത്. ഓക്കെ. സെൻഡ് അണ്ടർസ്കോർ SMS എന്ന് കൊടുക്കുക. സോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ. സോ -T കൊടുത്തിട്ട് ബോഡി കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിവിടെ കൊടുക്കുക. ഓക്കെ. സോ ഞാനിവിടെ സെൻഡ് സെൻഡ് SMS. ഓക്കെ. ഇങ്ങനെയാണ് SMS അയക്കുന്നത്. ഓക്കെ. ഞാൻ കാണിച്ചു തരാം. സെൻഡ് SMS എന്ന് കൊടുത്തിട്ട് -T കൊടുത്തിട്ട് നമുക്ക് എന്താണോ മെസ്സേജ് അയക്കേണ്ടത് അതിവിടെ കൊടുക്കുക. ഞാനിപ്പോ ഹെലോ എന്ന് കൊടുക്കുകയാണ്. ഹെലോ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് -T കൊടുത്തിട്ട് നിങ്ങൾ ഏത് ഫോൺ നമ്പറിലോട്ടാണോ അയക്കേണ്ടത് ആ ഒരു ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ. സോ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യാൻ നേരത്ത് എന്താ പറ്റും? മെസ്സേജ് പോകുന്നതായിരിക്കും. ഓക്കെ. സോ മെസ്സേജ് സെൻഡ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ. സോ മെസ്സേജ് സെൻഡ് ആയി പോകുന്നതായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നേരത്ത്. സോ മെസ്സേജ് സെൻഡ് ആയി പോകുന്നതായിരിക്കും. സോ ഇനി എനിക്ക് എന്റെ ഫോണിലുള്ള മെസ്സേജ് എല്ലാം എനിക്ക് കാണണമെന്നിരിക്കട്ടെ. ഇതിനകത്ത് വെച്ചിട്ട് എനിക്ക് ആ മെസ്സേജ് ഫോണിൽ ഓൾറെഡി മെസ്സേജ് മൊത്തം എനിക്ക് കാണും. അപ്പൊ ഞാൻ ഈ ഒരു കമാൻഡ് കൊടുക്കും. ഡംപ് SMS. ഓക്കെ. സോ അത് കൊടുക്കാനായിട്ട് ഡംപ് SMS എന്ന് കൊടുക്കുക. സോ വെയിറ്റ് ചെയ്യാം. ഡംപ് SMS കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും SMS മെസ്സേജ് സേവ്ഡ് ടു SMS ഡംപ്. സോ നമുക്ക് കാലിൽ പോയി നോക്കാം. സേവ് ആയിട്ടുണ്ടോ എന്ന്. സോ LS കൊടുത്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. സോ ഒന്നുകൂടെ LS കൊടുത്ത് നോക്കാം. സോ ഇവിടെ വന്നിട്ടില്ല അത്. ക്ലിയർ കൊടുക്കാം. സോ അങ്ങനെയാണ് നിങ്ങൾ ഒരു SMS സേവ് ചെയ്യുന്നത്. സേവ്ഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. സേവ്ഡ് എന്നാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. സോ അതേപോലെ നിങ്ങൾക്ക് ഫോണിലുള്ള കോൺടാക്റ്റ് മൊത്തം അറിയാൻ പറ്റും. അതിനു വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്? നമ്മൾ സിസ്റ്റം ഇൻഫർമേഷൻ ഒന്ന് കൊടുത്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്റെ ആൻഡ്രോയിഡ് 10 ആണ്. ഓക്കെ. സോ കറക്റ്റ് ആണ് വന്നത്. സോ IF കോൺഫിഗ് കൊടുത്ത് നോക്കാം. മെസ്സേജ് അയക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ. സോ IF കോൺഫിഗ് കൊടുത്തപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. ഓക്കെ. ഇത്രയും വന്നിട്ടുണ്ട്. സോ ക്ലിയർ കൊടുക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോണിൽ ഞാൻ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എന്താ പറ്റി? എനിക്ക് എന്റെ ഫോണിന്റെ ഫുൾ ആക്സസ് എനിക്ക് കിട്ടി. ഓക്കെ.